നമ്മളെ ഒരു സ്ഥാപനം ഭയങ്കരമായിട്ട് പറ്റിച്ചു വരുള്ളൂ. അവിടെ ഇരിക്കുന്ന 2 ഡോക്ടേഴ്സ് നമ്മൾ വല്ലാണ്ടങ്ങ് വിശ്വസിക്കും. നമ്മളിങ്ങനെ മനസ്സിലൊന്നും വിചാരിക്കുന്നില്ലല്ലോ. വിളിപ്പിച്ച് നാട്ടുകാരുടെ കുടുംബവും കൂടെ വിളിപ്പിക്കാനായിട്ട് ഇറങ്ങിക്കോളൂ ഓരോന്ന്. ബ്യൂട്ടി വ്ളോഗ് താരമായ കല്യാണിയുടെ വിവാദങ്ങളാണ് ഇപ്പം നിറഞ്ഞു പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ. എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ബാഹ്യ സൗന്ദര്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നവരാണോ ഇപ്പോൾ കൂടുതലും, അതിൻ്റെ പുറകെ ഓടുന്നവരാണോ? അതുകൊണ്ടാണല്ലോ ഈ കല്യാണി എന്ന സ്ത്രീക്ക് ഇത്രയും ഫോളോവേഴ്സും. വെളുപ്പ് അതാണ് സൗന്ദര്യം, വെളുപ്പില്ലെങ്കിൽ എന്തോ ഒരു കുറവാണ് എന്നുള്ള രീതിയിലേക്കാണ് അവരുടെ ബ്യൂട്ടി വ്ളോഗ്സ് കാണപ്പെടുന്നതല്ല. മനസ്സിൽ അവരെന്തൊരു കളങ്കതയാണ് കൊണ്ടുപോയി നടക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കതൊക്കെ കണ്ടിട്ട് അങ്ങനെയാണ് തോന്നിയത്. അവരാണെങ്കിൽ അവരുടെ വീഡിയോ ഞാൻ കണ്ടാണ്, അവരുടെ ഒരു പ്രായമുള്ള അമ്മ, ഒരു 10-70 വയസ്സ് കുറയാതെ ഉണ്ട് അവർക്ക്. എന്നിട്ട് അവരെ കൊണ്ടുപോയി മുഖത്ത് ഏതാണ്ടൊക്കെ തൂത്ത് വെച്ചിട്ട് ആ അമ്മേനെ തേപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കണം. അത്രയും പ്രായമുള്ള സ്ത്രീയാണ്. അവർക്ക് ഇനിയിപ്പോൾ മുഖത്ത് എന്ത് പാട് വന്നില്ലെങ്കിലിനാ ഈ ക്രീമൊക്കെ വാരി തേച്ചിട്ട്. അപ്പം ഞാൻ ആലോചിക്കുകയാണ്, വീഡിയോ കണ്ട് ആ ബ്യൂട്ടി പ്രൊഡക്റ്റ് മേടിക്കുന്ന ആളുകളുടെ കാര്യമാണ് കേട്ടോ ഉദ്ദേശിച്ചത്. ഒരു വിവേകമോ ഒരു ചിന്താശക്തി ഇല്ലാത്ത ആളുകളാണ് ആ വീഡിയോ കണ്ട് അത് ഉപയോഗിക്കുന്നവർ. കൂടുതലും ചെറുപ്പക്കാരായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇത്തരം ബ്യൂട്ടി പ്രൊഡക്ട്സ് വാങ്ങി ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, എല്ലാവരുടെയും ചർമ്മം ഒരുപോലെയല്ല, സ്കിൻ ടോൺ. കല്യാണിക്ക് ചിലപ്പോൾ അവരുപയോഗിക്കുന്ന പ്രൊഡക്ട്സ് വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാക്കാത്തായിരിക്കാം. പക്ഷേ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കാണെങ്കിൽ അത് റിയാക്ട് ചെയ്യുക തന്നെ. ചിലവർക്ക് ചില സാധനങ്ങൾ തേക്കാൻ പാടില്ല, കുരു ഉണ്ടാവും. ചർമ്മത്തിന് എന്താണ് കുഴപ്പം, ഏതാണ് പറ്റുന്ന ക്രീം, അങ്ങനെയെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വാങ്ങിക്കും. ഈ കല്യാണിയുടെ ഒരു വ്ളോഗിൽ അവരൊരു ക്രീം പരിചയപ്പെടുത്തുന്നു. ഞാൻ ഈ ക്രീമുകളൊന്നും ഉപയോഗിക്കില്ല, ഞാൻ ഒരു പൗഡർ പോലും ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ. അതുകൊണ്ട് ഈ മേക്കപ്പ് സാധനങ്ങളുടെ പേരൊന്നും എനിക്കറിയാൻ പാടില്ല. ഈ ഒരു സൺസ്ക്രീനിലെ പർപ്പിൾ കളർ നമ്മുടെ ഇന്ത്യൻ സ്കിന്റെ യെല്ലോ കളർ ന്യൂട്രലൈസ് ചെയ്തിട്ട് നമുക്ക് അടിപൊളി ഒരു ഗ്ലോ തരും. ഒരുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും യൂസ് ചെയ്യാം. SPF 50 ഉണ്ട്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്. പരിചയപ്പെടുത്തിയിട്ട് അവർ പറയുന്നത് ഡെർമറ്റോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ കാണുന്നവർക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാം, ആ ഡെർമറ്റോളജിസ്റ്റിൻ്റെ പേരെന്താണ്, എവിടത്തെ ആളാണ്, അവർക്കൊന്ന് കണ്ടാൽ കൊള്ളാം എന്നാൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റൊക്കെ ചെയ്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഈ സ്ത്രീ പറയുന്നത് ശരിയാണോ അല്ലേ എന്നൊക്കെ അറിയാൻ കഴിഞ്ഞേനെ. അടുത്തിടെ വിവാഹത്തിൽ അകപ്പെടാൻ പ്രധാന കാരണം അവർ ഒരു ക്ലിനിക്കിൽ ചെന്ന് അവർ ഈ കണ്ടാത്തതൊക്കെ വാരി തേച്ചിട്ട് മൊത്തം എന്തോ സംഭവിച്ചു എന്നും പറഞ്ഞിട്ട് ആ ക്ലിനിക്കിൽ ചെന്നപ്പോൾ അവരോട് പ്രൊമോഷൻ, അതാണ് ഈ കൊളാവ് എന്ന് പറയുന്ന സാധനം ചോദിച്ചു. അത് പൈസ ഇല്ലാതെ ഫ്രീ ആയിട്ട് ചെയ്തു തരാമെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവർക്ക് അത് താല്പര്യമില്ല. കാരണം അവർ 10-15 വർഷത്തിൽ കൂടുതൽ 18 വർഷത്തോളം ആയി ആ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയിട്ട്. മാത്രമല്ല അതിൻ്റെ ഉടമസ്ഥർ പൈസ ഉള്ളവരായിരിക്കാം, സെലിബ്രിറ്റീസാണ് അവിടെ ചെന്ന് കാണുന്നത്. തീർച്ചയായും അവർ സ്വമേധയാ അവർക്ക് പരസ്യം കൊടുക്കുന്ന രീതിയിലൊക്കെ പെയ്ഡ് പ്രൊമോഷൻ അവർക്ക് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല, ഇതുവരെ ചെയ്തിട്ടില്ലെന്ന്. 8 മാസമായി അവിടെ ചികിത്സയ്ക്ക് പോയത്. കൊല്ലത്തുള്ള കല്യാണി തിരുവനന്തപുരത്തുള്ള സ്ഥാനത്തിലാണ് പോകുന്നത്. 75 കിലോമീറ്റർ ഉണ്ടെന്ന് ഈ കല്യാണി തന്നെ അവരെ ഇപ്പോൾ പുതിയതായിട്ട് വിട്ട വീഡിയോയിൽ പറയുന്നുണ്ട്. അവർ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്ത് പോയാലാണ് എനിക്ക് തോന്നുന്നത്. അത് നല്ല ക്ലിനിക്ക് തന്നെ ആയിരിക്കണം. അപ്പോൾ അവിടെ ചെന്ന് പ്രൊമോഷൻ ചോദിക്കാം, അവർക്ക് പരസ്യം എന്നുള്ള രീതി കൊടുക്കാന്നൊക്കെ ഓർത്തപ്പോൾ ചമ്മയിപ്പോയി. കാരണം അതിൻ്റെ ആവശ്യം അവർക്ക് ഇല്ലാത്തവരാണെന്നൊന്നും പുള്ളിക്കാരിക്ക് അറിയില്ലല്ലോ. അവർക്ക് കൊളാബ് വേണ്ട എന്നുള്ളതായിരിക്കും. അങ്ങനെയാണ് സ്ഥാപനത്തിനെതിരെ വേണ്ട ഇനങ്ങളൊക്കെ പടച്ചുവിട്ട് ആ സ്ഥാപനത്തിൻ്റെ ഉടമ പറയുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. അവർ പറയുന്നത് ഈ കല്യാണി സ്റ്റീറോയിഡ് അടങ്ങിയ സാധനമൊക്കെ മുഖത്ത് തേച്ചുകൊണ്ട് വന്നിട്ടാണ് ഇങ്ങനെ പ്രശ്നം. സ്റ്റീറോയിഡൊക്കെ പ്രത്യേകിച്ച് ഡോക്ടർമാരെ കണ്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പൈസ കൊടുത്ത് ഓരോന്ന് വാങ്ങിച്ച് തേച്ച് ഓരോന്ന് അതിൻ്റെ ഇരട്ടിയുടെ എത്രയോ ലക്ഷങ്ങളാണ് പിന്നെ ചിലവാകുന്നത് അതിന് മരുന്ന് മേടിക്കാൻ പോകാനായിട്ട്. ഈ കല്യാണിയുടെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, കല്യാണി 6 സംഖ്യ കൊടുത്താണ് ഈ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് പോയതെന്നാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഇവരുടെ പ്രൊഡക്റ്റ് മേടിക്കുന്നവർ ഒരു സാധാരണക്കാരായിരിക്കും. അത് മാത്രമല്ല അതിൽ ലക്ഷങ്ങളാവുന്നു. ഇത് തേച്ചുകൊണ്ടുള്ള സൈഡ് എഫക്റ്റ് ഈ കിഡ്നി, ആന്തരിക അവയവങ്ങൾ, ലിവർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ബാധിക്കുകയാണ്. കല്യാണിയുടെ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, MBBS BDS ഡെർമറ്റോളജിയോ കോസ്മെറ്റോളജിയോ ഒക്കെ 6 മാസത്തെ കോഴ്സ് ഏതാണ്ടൊക്കെ പഠിച്ച ആൾക്കാരാണ് എനിക്ക് പരിശോധിക്കുന്ന. അതായത് എന്റെ മുഖത്ത് ഒരു പാട് വന്നപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ചികിത്സിക്കേണ്ട, ഡെർമറ്റോളജിസ്റ്റിനെ കാണിക്കാന്ന് വിചാരിച്ചത്. പക്ഷേ ഇവർ BDS MBBS പഠിച്ച് പിന്നെ 3 മാസത്തെ 6 മാസത്തേക്ക് ഒരു കോഴ്സ് ഉണ്ടല്ലോ ഡെർമറ്റോളജിയുടെയും കോസ്മെറ്റോളജിയുടെ. എന്ത് വിവരമുള്ള ആളാണ്. MBBS ഇവിടെ കിടക്കുന്നു, BDS ഇവിടെ കിടക്കുന്നു. ചർമ്മം നോക്കാൻ പോയാൽ പല്ല് കാണിക്കാനാണോ പോയത്? ഡെർമറ്റോളജിയും ഈ കോസ്മെറ്റോളജിയും ഇതൊക്കെ ലക്ഷങ്ങളൊക്കെ കൊടുത്ത് വർഷങ്ങളെടുത്താണ് പഠിച്ച് തീരുന്നത്. അപ്പോൾ ഇത്രയും അറിവുള്ള ഈ പുള്ളിക്കാരുടെ പ്രൊഡക്റ്റ് മേടിച്ച് ഉപയോഗിക്കുന്നവരുടെ അവസ്ഥ ഞാൻ ഓർക്കുവാണ്. ഒരു ചൊല്ല് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു, എലി ഏതാ ഡാഷ് ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ല. BBS എന്നാ BDS എന്നാ കോസ്മെറ്റോളജി എന്നാ ഡെർമറ്റോളജി എന്നാന്നൊന്നും അറിയാമ്പോഴാണ് പോയി ആൾക്കാരോട് വീഡിയോസിലൂടെ പറയുന്നത് അത് തേക്ക് ഇത് തേക്ക് എന്ന്. വളരെ കഷ്ടപ്പെട്ട്
അത്രയും വലിയൊരു സ്ഥാപനം അവർ പടുത്തുയർത്തിയത്. അവർക്ക് ബ്രാഞ്ചസ് പല സ്ഥലങ്ങളിലും ഉണ്ട്. ആ ക്ലിനിക്കിൻ്റെ ഉടമ നിലോഫർ ഷെരീഫ് അമേരിക്കൻ വിദ്യാഭ്യാസം ചെയ്ത ആളാണ്. ഡെർമറ്റോളജി പല കോഴ്സുകൾ, അതിൻ്റെ ഉന്നത വിദ്യാഭ്യാസം നേടിയ സ്ത്രീയാണ് അവർ. എന്നിട്ടാണ് ഒരു വെളിവും വെള്ളിയാഴ്ച കല്യാണി പുച്ഛിച്ച. 8 മാസമായി ആ ക്ലിനിക്കിൽ പരിശോധനയ്ക്ക് പോകുന്ന കല്യാണിക്ക് ഒരു വ്യത്യാസം ഇല്ലെങ്കിൽ 8 മാസം തുടർച്ചയായിട്ട് സ്വന്തം ശരീരം പരീക്ഷണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കൂ. പിന്നെ ഞാൻ പറയുന്നത് ഇതുപോലത്തെ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് നോക്കുന്നവർ ആര് കാണാത്തോടത്തൊക്കെ വല്ല തേച്ചൊന്ന് പരീക്ഷിച്ചിട്ടൊക്കെ മുഖത്തൊക്കെ എല്ലാവരും കാണുന്നിടത്ത് എടുത്ത് തേക്കുന്നതായിരിക്കും നല്ലത്. പല പല കമ്പനീസിൻ്റെ അല്ലേ അവർ പ്രൊഡക്ട്സ് പരിചയപ്പെടുത്തുന്നതിനെ ശ്രദ്ധിച്ചു. അത് തന്നെ അവരുടെ മനസ്സ് വികലമാണെന്നല്ലേ കാണിക്കും. ഒരു സ്ഥിരതയുള്ള ആൾക്കാരാണെങ്കിൽ ഏതെങ്കിലും ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റിൻ്റെ പരസ്യം കാണിച്ചിട്ട് ഏറ്റവും നല്ലത് ഡോക്ടർമാരോട് അവർ തന്നെ ചോദിച്ച് മനസ്സിലാക്കി എന്നിട്ട് വേണ്ടേ മറ്റുള്ളവർക്ക് അത് പരിചയപ്പെടുത്തി കൊടുക്കാനായിട്ട്. ഈ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ പരിചയപ്പെടുത്തുന്ന ഏതെങ്കിലും വ്ലോഗേഴ്സ് പറയുന്നുണ്ടോ നിങ്ങളുടെ ചർമ്മത്തിന് പറ്റുന്നതാണോ എന്ന് ആദ്യം ഒന്ന് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്തുന്നവരും ഡോക്ടർമാരെ കാണാൻ പോകുന്നുണ്ട്. അവരുടെ മുഖത്തും അവർ തേക്കുന്നിടത്തൊക്കെ ആവശ്യമില്ലാത്തൊക്കെ അവർക്കും വന്ന് പെടുന്നുണ്ട്. എന്ത് സന്ദേശമാണ് സമൂഹത്തിന് ഇത്തരത്തിൽ ബ്യൂട്ടി വ്ലോഗേഴ്സ് നൽകുന്നത്? ഇത്രയും ആളുകളെ ഇതിന് മാത്രം പറ്റിച്ച് കല്യാണി എന്ന സ്ത്രീ എത്രയോ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. വല്ല മനുഷ്യർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടോ അവരെ കൊണ്ട്? അവർ ചെയ്യുന്നത് നിറ കുറഞ്ഞവരുടെ ആത്മവിശ്വാസത്തെ താർക്കുവാണ്. ഒരു മനുഷ്യൻ്റെ അപകർഷതാബോധം കൂട്ടുകയാണ്. എന്തിനാണ് വേണ്ടാത്ത പരിപാടിക്ക് പോകുന്നത്? കല്യാണിയുടെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വീഡിയോയിൽ പറയുന്നത് ആ ആശുപത്രി അത് ഫയലിൽ ട്രീറ്റ്മെൻ്റ് എടുത്ത ആ രഹസ്യങ്ങളെല്ലാം പുറത്തു വിട്ടു എന്നൊക്കെ എന്നാണ് പറയുന്നത്. അതായത് സ്റ്റിറോയിഡ് അടങ്ങിയ അതാണ് അവർ തേച്ചെന്നുള്ള ഡോക്ടർ. ഈ തീയിട്ടതും പുക ഉണ്ടാക്കിയതെല്ലാം കല്യാണി തന്നെയാണ്. ഒരു ക്ലിനിക്കിന് അവർ പകുതി ബില്ലാണ് കൊടുത്തതെന്നൊക്കെയാണ് കല്യാണിയുടെ വീഡിയോയിൽ പറയുന്നത്. ആ ബില്ല് എന്നെ കീറിയാണ് കൊടുത്തത് പകുതിയാക്കി. ആ ആശുപത്രി അധികൃതർ പറഞ്ഞത് ഇപ്പം എല്ലാം ഡിജിറ്റലായിട്ടാണ് വരുന്നത്, ഫോണിന് മെസ്സേജൊക്കെ ആയിട്ടാണ്. അങ്ങനെ ഫോണിൽ അവരെല്ലാം അയച്ചിട്ടുണ്ട്. അവനവന് ജീവിക്കാൻ സൗന്ദര്യം മാത്രം പോരല്ലോ, ആരോഗ്യം വേണമല്ലോ. ഇത്തരം സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വാങ്ങി ഉപയോഗിച്ചിട്ട് ഉള്ള ആരോഗ്യം കളയണോ? കറുത്ത നിറമുള്ളവർക്ക് മുഖക്കുരു ഉണ്ടാവില്ല, രോഗപ്രതിരോധ ശേഷി കൂടുതലായിരിക്കും, വിറ്റാമിൻ ഡി ആഗിരണം ചെയ്യാൻ കഴിയും, മുടി പെട്ടെന്ന് നരയ്ക്കില്ല എന്നും പറയുന്ന കേൾക്കാം. പിന്നെ അങ്ങനെയുള്ളവരെ പൈസ കൊടുത്ത് ക്രീമുകളൊക്കെ വാരി തേച്ച് വയ്യാവലികൾ വലിച്ചു വയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ദൈവം നാച്ചുറലായിട്ട് തന്നിരിക്കുന്ന പല ഗുണങ്ങളും തിരിച്ചറിയാതെ ഒരു ബ്യൂട്ടി പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തിയിട്ട് ഡെർമറ്റോളജിസ്റ്റിന്റെ നിർദ്ദേശപ്രകാരം എന്ന് പറയുന്ന വീഡിയോയിൽ അവരെ ഡെർമറ്റോളജിസ്റ്റിനെ പൊക്കി പിടിച്ചാണ് പറയുന്നത്. ക്ലിനിക്കുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഡെർമറ്റോളജിസ്റ്റ് എന്തോ 6 മാസത്തെ കോഴ്സ് ചെയ്ത് പുച്ഛിച്ചാണ് പറയുന്നത്. അപ്പോൾ അതൊരു തരം വഞ്ചനയല്ലേ ജനങ്ങളോട് ചെയ്യുന്നത്?